തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനായിട്ട് നരേന്ദ്രമോദി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. ഇതിപ്പോൾ 2014, 2019, 2024. ഇതിലിപ്പോൾ 2014-ഉം 2019-ഉം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ സമയമായിരുന്നു. 2024 എന്ന് പറയുമ്പോൾ NDA എന്ന രീതിയിൽ ഭരിക്കുന്നു എന്നുള്ളതാണ്. NDA തന്നെയായിരുന്നു, പക്ഷേ എങ്കിലും BJP സർക്കാർ എന്ന രീതിയിലായിരുന്നു, കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് സാറിന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഈ ഒരു പട്ടിക എടുത്തു നോക്കിയാൽ 72 എന്നുള്ളത് വലിയ സംഖ്യയാണ്, അതെടുത്ത് നോക്കിയാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഫലിച്ചിട്ടുണ്ട് എന്ന്? ഇല്ല, എന്തായാലും മുന്നണി രാഷ്ട്രീയത്തിനകത്ത് അക്കോമഡേഷൻ ഇല്ലാതെ പറ്റൂല. ആ നിലയ്ക്ക് അങ്ങനെ സന്ദർഭം വലിച്ചെങ്കിൽ ഒരു മന്ത്രി NCPയുടെ ആൾ പുറത്ത് പോകില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമ്മർദ്ദത്തിന് തുടക്കത്തിലെ വിധേയമാവാനുള്ള സാധ്യത മോദിയുടെ ഒരു സ്വഭാവത്തിനനുസരിച്ച് സാധ്യതയില്ല. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു മുന്നണിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അക്കോമഡേഷനും അണ്ടർസ്റ്റാൻഡിങ് വേണം. അതാണ് മുന്നണി രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം പിന്നെ ഇതിനകത്ത് ചില പ്രിൻസിപ്പിൾസ് അവരെന്തായാലും ഉണ്ടാക്കും. അതായത് ഇത്ര സീറ്റുകൾക്ക് ഇത്ര മന്ത്രി, അങ്ങനെ ഒരു കണക്ക് വെച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള കാര്യത്തിനകത്ത് ഇത്ര സീറ്റ് നേടിയവർക്ക് അത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു കണക്കായിരിക്കും. അപ്പോൾ എങ്ങനെ BJPക്ക് ഇത്രയും വലിയ നമ്പർ വന്നു? 240 പേര് ജയിച്ചതുകൊണ്ടാണ്. അതുപോലെ സഖ്യകക്ഷികളുടെ ഇടയിൽ അവരെത്ര പേര് ജയിച്ചിട്ടുണ്ടോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടേ ക്യാബിനറ്റ് സ്ഥാനവും സഹമന്ത്രി സ്ഥാനവും കൊടുക്കുള്ളൂ. അപ്പോൾ അതിനൊരു ധാരണ ഇല്ലെങ്കിൽ ചരിത്ര നിമിഷത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദി എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ. 2014, 2019, 2024 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് വേണ്ടി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രൗഢഗംഭീരമായ സദസ്സിനെ വണങ്ങിക്കൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ്. കാരണം 3 തവണ ഒരു രാജ്യത്തിന്റെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള റെക്കോർഡിനൊപ്പം അദ്ദേഹം അതിലൊപ്പം അദ്ദേഹം എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിലിപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയാണെങ്കിൽ പോലും അതിന് തിളക്കം കുറഞ്ഞിട്ടില്ല അല്ലേ സാർ? ഇല്ല, തിളക്കം കുറഞ്ഞിട്ടില്ല. ഞാൻ 2014 പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ പോയി കണ്ട് അവകാശവാദം ഉന്നയിച്ച് പിന്നീട് ഇതേപോലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഇപ്പോൾ ഓർക്കുകയായിരുന്നു, 10 കൊല്ലം മുമ്പുള്ള രംഗം ഓർക്കുകയായിരുന്നു. അപ്പോൾ ഇത് പ്രൗഢഗംഭീരമായൊരു ചടങ്ങ് തന്നെയാണ്. മുന്നണി രാഷ്ട്രീയം ഇനി കൂടുതൽ ശക്തിപ്പെടാനും രാജ്യത്തിലെ ഫെഡറൽ സംവിധാനത്തിനകത്ത് കൂടുതൽ നീക്കുപോക്കുകൾ ഉണ്ടാകാനും ഒക്കെ സാഹചര്യമുണ്ട്. ശരി, ഇതാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന തന്റെ ടീമുമായിട്ട് മിനിസ്ട്രിയുമായിട്ട് പ്രധാനമന്ത്രി ഇരിക്കുന്നതിന് ദൃശ്യങ്ങളാണ്. അവിടെ നിന്നുള്ള ആംബിയൻസ് കൂടി നമുക്കിപ്പോൾ